തിരുവോണനാളിൽ ഹോട്ടലിൽ നിന്ന് ഓണസദ്യ കഴിക്കണമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഇത്തവണ പോക്കറ്റ് കാലിയാകും. 200 രൂപ മുതൽ 500 രൂപ വരെയാണ് ഓണസദ്യയ്ക്ക് മിക്ക ഹോട്ടലുകളും ഈടാക്കുന്നത്. ഓണനാളുകളിൽ ഷൂട്ടിംഗ് തിരക്കായതുകൊണ്ട് ഓണസദ്യയ്ക്കായി ഹോട്ടലുകളെ സമീപിച്ച നടൻ ശ്രീകുമാറും തീവിലക്കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്ന് തന്നെ പറയാം. റിപ്പോർട്ടർ സ്പെഷ്യൽ പാക്കേജ്. നഗരജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ മിക്ക നഗരവാസികൾക്കും തിരുവോണനാളിൽ ഹോട്ടലിലെ ഓണസദ്യയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ വർഷം വരെ ഹോട്ടലുകളിൽ 90 രൂപ മുതൽ 120 രൂപ വരെയായിരുന്നു ഓണസദ്യയുടെ വില. എന്നാൽ ഇത് ഇത്തവണ നേരെ ഇരട്ടിയായിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഷൂട്ടിങ്ങിൻ്റെ തിരക്കിനിടയിൽ ഇത്തവണ നടൻ ശ്രീകുമാറിന് ഹോട്ടലിലെ ഓണസദ്യയെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഹോട്ടലിലെ ഓണസദ്യയുടെ വില ശ്രീകുമാർ തിരക്കി നമ്മോട് പറയും. ശ്രീ, എന്താണ് ഓണസദ്യയുടെ ഒരു വില നമുക്കറിയാൻ കഴിയുമോ? നമുക്കിപ്പോൾ ചോദിച്ചറിയാം. സൈന് കൂടെ വരില്ലേ? വരാം. ഓണസദ്യ എങ്ങനെയാണ്? ഓണസദ്യ നമ്മുടെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ 300 റുപ്പീസാണ് ഓണത്തിന് ഞങ്ങൾ പച്ചേക്കണത്. 300 പാർസൽ 330 ആവും. ഓണസദ്യ 28 ഡിഷസ്, ഓൾസോ ഇൻട്രൊഡ്യൂസിങ് നോൺ വെജ് ഓണം സദ്യ. അതുള്ളല്ലോ. ഇവിടെ ഓണസദ്യ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ എന്തൊക്കെ വിഭവങ്ങളാണുള്ളത്? 280 തൊട്ടിട്ട് 500 ആണ് നമ്മുടെ ചാർജ് വരുന്നത്. 280 ഉണ്ട്. അപ്പോൾ എന്താ 280 500? ഓണം സദ്യ 500 വരുമ്പോൾ നോൺ വെജ് ഓണം സദ്യ. അത് ശരി. ഓക്കെ, ആയിക്കോട്ടെ. അടുത്ത സ്ഥലത്തോട്ട് ഒരു ബോർഡ്. പായസമേള ഓണസദ്യ 249. അതുപോലെ 189 ആണ് നമ്മുടെ റേറ്റ് പ്ലസ് ടാക്സ്. 189 മാത്രമാണ്. അതുപോലെ ടോട്ടൽ വരുന്ന 199 ആണ് വരുന്നുള്ളൂ. ഓക്കെ. വർഷത്തിൽ ഒരിക്കലും ഓണം നന്നായില്ലേ? 6 മാസത്തേക്ക് ഓണം. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പണിയെടുക്കുന്ന കാശ് മുഴുവൻ ഓണസദ്യ കൊടുക്കേണ്ടി വന്നേ അല്ലേ? ക്യാമറമാൻ ഷമീറിനും സഹിനുമൊപ്പം ശ്രീകുമാർ, റിപ്പോർട്ടർ TV.